Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കണ്ണൂർ സൈബർ പാർക്കിനായി എരമം പുല്ലുപാറയിൽ കണ്ടെത്തിയ ഭൂമി വ്യവസായ വകുപ്പിന് കൈമാറുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി സെസ് പദവിയിൽ നിന്നും ഭൂമിയെ ഒഴിവാക്കിയതായി മന്ത്രി VN വാസവൻ. നിയമസഭയിൽ TI മധുസൂദൻ MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ദീർഘകാലം ഗണിതശാസ്ത്ര അധ്യാപികയും പിന്നീട് പ്രധാന അധ്യാപികയുമായിരുന്ന സിസ്റ്റർ ഒട്ടാവിയ കുന്നപ്പള്ളിയുടെ പൊതുദർശനം പയ്യന്നൂരിൽ നടന്നു. സംസ്കാര ശുശ്രൂഷകൾ വ്യാഴാഴ്ച നടക്കും. പയ്യന്നൂർ കൊറ്റിയിലെ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. പുലർച്ചെ 1 മണിയോടെ 2 അംഗ സംഘമാണ് കൊറ്റിയിലെ ഫാൻ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയത്. പിലാത്തറ പീരക്കാംതടത്തിൽ KSTP റോഡിൽ വാഹനാപകടം. ലോറിയിൽ ഇടിച്ച പിക്കപ്പ് വാൻ കാറിലും ഇടിച്ചതിനുശേഷം റോഡരികിലെ ചെറുതാഴം കഫയിലേക്ക് പാഞ്ഞുകയറി. കടയിൽ ആൾക്കാരില്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ സൈബർ പാർക്കിനായി എരമം പുല്ലുപാറയിൽ കണ്ടെത്തിയ ഭൂമിയെ സെസ് പദവിയിൽ നിന്നും ഒഴിവാക്കിയതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. വ്യവസായ വകുപ്പിന് കൈമാറുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് സെസ് പദവിയിൽ നിന്നും ഒഴിവാക്കിയത്. നിയമസഭയിൽ TI മധുസൂദൻ MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പയ്യന്നൂർ മണ്ഡലത്തിൽ എരമംകുറ്റൂർ പഞ്ചായത്തിലെ പുല്ലുപാറയിലാണ് 2007 കണ്ണൂർ സൈബർ പാർക്ക് സ്ഥാപിക്കുന്നതിനായി 25 ഏക്കർ ഭൂമി ഏറ്റെടുത്തത്. പദ്ധതി ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് ഗ്രാമീണ മേഖലയിൽ IT പാർക്കുകൾ വിജയകരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പദ്ധതി ഉപേക്ഷിച്ചു. ഈ സ്ഥലത്തിന് അനുയോജ്യമായ പദ്ധതിയെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുന്നതിന് കിൻഫ്രയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പഠനത്തിൽ ഇവിടം ചെറുകിട വ്യവസായ പാർക്കുകൾ തുടങ്ങുവാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തി. നിർദ്ദിഷ്ട ഭൂമി പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുള്ള ഭൂമിയായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ വ്യവസായ മേഖലയ്ക്കായി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഭൂമി സെസ് പദവിയിൽ നിന്നും ഒഴിവാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ദീർഘകാലം ഗണിതശാസ്ത്ര അധ്യാപികയും പിന്നീട് പ്രധാന അധ്യാപികയുമായിരുന്ന സിസ്റ്റർ ഒട്ടാവിയ കുന്നപ്പള്ളിയുടെ പൊതുദർശനം പയ്യന്നൂരിൽ നടന്നു. സംസ്കാര ശുശ്രൂഷകൾ വ്യാഴാഴ്ച നടക്കും. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായി നിരന്തരം ഇടപെടലുകൾ നടത്തിയും സഹായങ്ങൾ നൽകിയുമാണ് അവസാന ശ്വാസം വരെ സിസ്റ്റർ ഒട്ടാവിയ നിലകൊണ്ടത്. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിന് സർക്കാരിൽ നിന്നും എയ്ഡഡ് പദവി നേടിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. എളിമയും ലാളിത്യവും ഉദാരമനസ്കതയും സിസ്റ്റർ ഒട്ടാവിയയുടെ മുഖമുദ്രയായിരുന്നു. മികച്ച സംഘാടകയും നല്ല പ്രാസംഗികയുമായ സിസ്റ്റർ ഒട്ടാവിയ ചിറക്കൽ മിഷനെക്കുറിച്ച് അപൂർവമായ ഗ്രന്ഥവും രചിച്ചിരുന്നു. തൃക്കരിപ്പൂർ ഉറുസുലൻ കോൺവെന്റിൽ സേവനം ചെയ്തു വരികയായിരുന്ന സിസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ സമൂഹത്തിലെ നാനാതുറകളിലുള്ള 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. കണ്ണൂർ പയ്യാമ്പലം ഉർസുലൻ പ്രൊവിൻഷ്യൽ സിസ്റ്റർ വീണ, വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ധന്യ സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 5:30 കണ്ണൂരിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോയത്. സ്കൂളിനും പയ്യന്നൂരിലെ പൊതുസമൂഹത്തിനും ഏറെ പ്രിയപ്പെട്ട സിസ്റ്റർ ഒട്ടാവിയയുടെ വിയോഗം നികത്താനാവാത്തതാണെന്ന് സെന്റ് മേരീസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി ചാക്കോ പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പയ്യാമ്പലം ഉർസുലൻ കോൺവെന്റ് ചാപ്പലിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ച് ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
പയ്യന്നൂർ കൊറ്റിയിലെ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. പുലർച്ചെ 1 മണിയോടെ 2 അംഗ സംഘമാണ് കൊറ്റിയിലെ ഫാൻ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയത്. പയ്യന്നൂർ കൊറ്റിയിലെ ഫാൻ സൂപ്പർ മാർക്കറ്റിലായിരുന്നു പുലർച്ചെ 1 മണിയോടെ 2 അംഗ സംഘം എത്തിയത്. 2 ഷട്ടറുകളുടെയും പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. തങ്ങളുടെ മുഖം പതിയാതിരിക്കാൻ സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്ന ക്യാമറകൾ തങ്ങൾക്കെതിരായി തിരിച്ചുവച്ചതിനു ശേഷമായിരുന്നു മോഷണം. കൗണ്ടറിലുണ്ടായിരുന്ന 30,000 രൂപയുമായി കടന്നുകളയുന്ന മോഷ്ടാക്കളെ CCTVയിൽ കാണാമെങ്കിലും മുഖം വ്യക്തമല്ല. സ്ഥലം പയ്യന്നൂർ പോലീസ് സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പീരക്കാം തടത്തിൽ KSTP റോഡിൽ വാഹനാപകടം. ലോറിയിലും കാറിലും ഇടിച്ച പിക്കപ്പ് വാൻ റോഡരികിലെ ചെറുതാഴം കഫേയിലേക്ക് പാഞ്ഞുകയറി. കടയിൽ ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായിപ്പോയി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തു നിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് കോഴികളുമായി പോകുകയായിരുന്ന പിക്കപ്പും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിൽ ഇടിച്ച പിക്കപ്പ് കാറിലും ഇടിച്ച് നിയന്ത്രണം വിട്ട് റോഡരികിലെ ചെറുതാഴം കഫേയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു. റോഡരികിലുള്ള ചെറുതാഴം കഫേയും ലോട്ടറി കടയും അതിരാവിലെ സജീവമല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ട കാർ യാത്രികൻ ആശുപത്രിയിൽ ചികിത്സ തേടി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ സ്വദേശിയായ ജയദേവൻ അത്തായിക്ക് 20-ാം വയസ്സിൽ കൂടിയ ഇഷ്ടമാണ് നാണയശേഖരം. അപൂർവമായ നാണയങ്ങളുടെ വലിയ ശേഖരം തന്നെയുണ്ട് ജയദേവൻ അത്തായിയുടെ പക്കൽ. തന്റെ ജീവിതത്തിലുടനീളം നിധി പോലെ സൂക്ഷിച്ച ഈ ശേഖരം ജീവിതത്തിന്റെ സായം സന്ധിയിൽ ആവശ്യമുള്ളവർക്ക് നൽകാമെന്ന നിലപാടിലാണ് ഇദ്ദേഹം. അത്യപൂർവമായ നാണയങ്ങളുടെ വലിയ ശേഖരം തന്നെ അത്തായി ജയദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് എത്ര കാലമായി ഈ ശേഖരം തുടങ്ങിയിട്ട്, എന്താണ് ഇങ്ങനെ ഒരു ശേഖരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. നമസ്കാരം. നമസ്കാരം. നാണയശേഖരത്തിൽ എത്തിയൊരു 40 വർഷത്തിന് മുകളിലായി. 40 വർഷത്തിന് മുമ്പ് ഇപ്പം എനിക്ക് 62 വയസ്സായി. 22 വയസ്സ് 20 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഈ പറയുന്നത് പോലെ സ്റ്റാമ്പ് കളക്ഷൻ, നാണയ ശേഖരം എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ക്രേസിന്റെ പുറത്ത് തുടങ്ങിയതാണോ? അല്ല, എനിക്ക് ആദ്യം ഈ തീപ്പെട്ടി ചിത്രം ശേഖരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പണ്ട് തീപ്പെട്ടി ചിത്രം കളക്ട് ചെയ്യില്ല, അതിങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങി. അത് പിന്നെ സ്റ്റാമ്പിലേക്ക് കയറി. സ്റ്റാമ്പെന്ന് പിന്നെ കോയിൻസ് ഇങ്ങനെ അതിനാണ് കോയിൻസിലേക്ക് ഇത് വന്നത്. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും പഴയ കോയിൻസ് ഉണ്ടോ തപ്പാ. ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ആദ്യം പഴയ കോയിൻസ് ഉണ്ടോ ചോദിക്കും. ഇത് കടയിൽ പോയി കഴിഞ്ഞാലും പഴയ കോയിൻസ് ഉണ്ടോ. അപ്പോൾ എന്നാൽ ചില്ലറ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും. ചില പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും. പിന്നെ നോട്ടുകളുണ്ട്. ആരൊക്കെ മർച്ചൻ്റ് നേവിയിൽ ആൾക്കാർ വന്ന് അവരുടെ വീടുകളിൽ പോകും. പിന്നെ പുരാവസ്തുക്കളുടെ ഒരു ശേഖരം അതും കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം നാശം വന്നുപോയി. ഇപ്പോൾ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പം കേസ് വന്നതല്ല, കൊടുത്തു. അത് പഴയ ബുക്കുകളുണ്ട്, ആയുർവേദ ബുക്കുകൾ. അമ്മേരച്ഛൻ വൈദ്യർ VPC ഉണ്ടപ്പോൾ ആള്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഹോബീസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ നാണയശേഖരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പല രാജ്യങ്ങളിലെത്തതുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഓട്ടക്കാലണയൊക്കെ ഉണ്ട്. അപ്പൊ ഈ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു, അത് എങ്ങനെയാ കിട്ടിയത്? അത് തന്നെ പറഞ്ഞു. ഈ മർച്ചൻ്റ് നേവിക്കാർ കുറേ ആൾക്കാരുടെ ഫ്രണ്ട്സുകളുണ്ട്, ബന്ധുക്കളായിട്ടില്ല. അപ്പോൾ അവർ വരുമ്പോൾ പല രാജ്യങ്ങളും ഇറങ്ങിയിട്ടേ വരിക. അവർ എത്തി വരുന്നവരെ ഞാൻ പിടിക്കും. അവരോട് സമീപിച്ചിട്ട് അവർ തരും. പൈസ ഒന്നും കൊടുക്കേണ്ടെന്ന് വരില്ല, അല്ലാണ്ട് തരും. പല രാജ്യങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട് മർച്ചൻ്റ് നേവിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഈ പല രാജ്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വാൻ സെയിൽസിൻ്റെ ഒരു പരിപാടിയാണ് കാസർഗോഡ്, അത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഓരോ കടകളിലും പോയി കഴിഞ്ഞാൽ ആദ്യം പോയി കരുവാട് ചേക്കിൽ പഴയ നാണയങ്ങളൊന്നും കൊണ്ടുപോകും. അപ്പോൾ അന്ന് കോയിൻസ് ഇടല്ലോ, ഇത്ര നോട്ടില്ലല്ലോ, ഉണ്ടാവും. അവർ 3-4 തരും പഴയ എടുക്കാത്ത പൈസ. അപ്പോൾ എന്തായാലും പകരം അവർക്ക് അങ്ങോട്ട് കൊടുക്കും പൈസ. ഇതിപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്കൊക്കെ, സ്കൂള് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുമോ, അവർക്ക് വന്ന് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതുകൊണ്ട് കുറേ ആൾക്കാർക്ക് പല ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് TTC വർക്ക് വേണ്ടിയിട്ട് ഇത് വേണം. അതെന്തോ ഗ്രേസ്മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോയിൻ ശേഖർ, ഇത് കോയിൻ സ്റ്റാമ്പ് അതെല്ലാം വേണം. അതെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. വരുമ്പോൾ എനിക്ക് കുറച്ച് തിരിച്ചു കിട്ടും. ചിലപ്പോൾ വേറെ ആയിരിക്കും, അവരെടുക്കും. ചിലപ്പോൾ തിരിച്ചിടും. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ടീച്ചർമാരുമായിട്ടുണ്ട് കുറേ ആൾക്കാർ. അങ്ങനെ കുറേ നാണയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്, കുറച്ച് തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. രണ്ട് ഇതും ഉണ്ടായത്. അപ്പോൾ ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ ഒരു ഹോബി ഉണ്ട് എന്ന് കണ്ടറിയത് കൊണ്ടുവന്ന് തരുമായിരുന്നു അല്ലേ? കൊണ്ടുവന്ന് തരുമായിരുന്നു കുറേ ആൾക്കാർ. എല്ലാവർക്കും ഒരു നല്ല ബന്ധുക്കളൊക്കെ എല്ലാം അറിയാം എനിക്ക് ഇങ്ങനെ ഒരു പ്രാന്തുണ്ട് നാണയ ശേഖരണം.
പിന്നെ ഞാൻ ആരെ കണ്ടാലെങ്കിൽ ശേഖരിക്കുന്ന ആരെ കണ്ടാൽ എനിക്ക് അറിയാം ഇവരെന്തെങ്കിലും ആക്രി സാധനം വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് അവരുടെ നിന്ന് വാങ്ങിക്കും, ഇങ്ങനെ സോപ്പിട്ട് പിടിച്ച്. അതൊക്കെ ആ ഒരു കാലത്തായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ നമുക്ക് ജോലിയും പ്രാരാബ്ദവും ഒക്കെ ആയി മാറിയിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെ ഇങ്ങനെ ശേഖരിച്ച് വെക്കണം, ഇത് നഷ്ടപ്പെടുത്തി കളയണ്ട എന്ന് തോന്നിയത് എന്തുകൊണ്ടാ? തോന്നിയത് നഷ്ടപ്പെടുത്താൻ പാടില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്നിക്കൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സന്തോഷമാണ്. പുരാവസ്തു ശേഖരണക്കാർക്കോ സൂക്ഷിച്ചാൽ വെറുതെ. ഞാൻ ഗൾഫിൽ പോകുമ്പോൾ 12 വർഷം ഇത് എൻ്റെ ഒരു പെങ്ങളുടെ വീട്ടിലാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. കുറേ ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നശിച്ചു പോകുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഷെയർ തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഇനിയുണ്ടോ? ഇല്ല, അതിനെനിക്കെൻ്റെ ജോലിയായിട്ട് തന്നെ ഇതിനെ പറ്റി സമയമില്ല അതിനായിട്ട്. ഇതിന് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള ഹോബീസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ നാണയശേഖരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം അത് സൂക്ഷിച്ചു വെച്ചു, ഇനി അത് മുന്നോട്ടേക്ക് സൂക്ഷിച്ചു വെക്കുന്നത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ് ജയദേവൻ സാർ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഹോബീസൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടത്തിലും പലരും പറയാറുണ്ട് മാനസികമായി പല സമ്മർദ്ദങ്ങളും ഉണ്ട് എന്നൊക്കെ, പുതിയ ജോലിയുടെ തിരക്കിൻ്റെ ഇടയിലൊക്കെ. പക്ഷേ ഈ തരത്തിൽ നമുക്കൊരു ഹോബിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസിക ഇൻബാലൻസും ഒക്കെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നതാണ്. അത് ഒരു മാതൃക തന്നെയാണ് ഇദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. പയ്യന്നൂർ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തരംഗം 25 ഇന്റർ കോളേജിയേറ്റ് ഫിസിക്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ISRO ശാസ്ത്രജ്ഞനായ P. കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തരംഗം 25 ഇന്റർ കോളേജിയേറ്റ് ഫിസിക്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചിന്തയുണർത്തുന്ന പരീക്ഷണങ്ങളും രസകരമായ കളികളും നിരവധി പരിപാടികളും കോർത്തിണക്കിയ ശാസ്ത്ര സദസ്സിൽ നിരവധി പേർ ഭാഗമായി. ISRO ശാസ്ത്രജ്ഞനായ P. കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. FAR റൈറ്റിംഗ് മത്സരം, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങളിലെ ക്വിസ് മത്സരം, ഫോട്ടോഗ്രാഫി തുടങ്ങിയവയിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ പരിപാടിയുടെ നിറസാന്നിധ്യമായി. സ്വാദിഷ്ടമായ ഭക്ഷണമടങ്ങുന്ന ഫുഡ് കോർട്ട് ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടി. തുടർന്ന് ആസ്ട്രോ പയ്യന്നൂർ കൈകാര്യം ചെയ്ത വാനനിരീക്ഷണ ക്യാമ്പിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ ബാലഗംഗാധരൻ, റിട്ടയർഡ് പ്രിൻസിപ്പൽ KTN ഭാസ്കരൻ, ആസ്ട്രോ പയ്യന്നൂർ ഫാക്കൽറ്റി വിവേക് സി എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു. പയ്യന്നൂർ കോളേജ് ഫിസിക്സ് വിഭാഗം തലവൻ ഡോക്ടർ V. പ്രകാശ് സ്വാഗതവും ഡോക്ടർ പ്രിയങ്ക B. നന്ദിയും പറഞ്ഞു. പ്രീതി രാജൻ MK, രശ്മി PM, ശുഭ PV, വിനോദ്കുമാർ T, N. ലാവണ്യ, മനോജ് കുമാർ N, EK ശ്രീജിത്ത്, A. രൂപേഷ്, റുഗ്നുദ്ദീൻ കവ്വായി, VM ബാബുരാജ്, NB രാഹുൽ രാജ്, P. ഹൃദ്യ എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കോറോം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഭക്തി സംവർദ്ധിനി യോഗം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ മേള ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോറോം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന തൊഴിൽമേള ഭക്തി സംവർദ്ധിനി യോഗം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AV ലീന സ്വാഗതവും കൺവീനർ TK രാജേന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. ഭക്തി സംവർദ്ധിനി യോഗം സെക്രട്ടറി KP വിനോദ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി M. സുനിൽകുമാർ, ഡയറക്ടർമാരായ PC അശോകൻ, PP ജയകുമാർ, PP സജയ് എന്നിവർ സംസാരിച്ചു. പ്ലേസ്മെന്റ് ഓഫീസർ ഡോക്ടർ സുധിൻ ചന്ദ്രൻ നന്ദി പറഞ്ഞു. തൊഴിൽമേളയിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി 700ഓളം ഉദ്യോഗാർത്ഥികളും ഇൻഫോസിസ്, റിലയൻസ്, TVS, HDFC, നവത, ഇസാഫ് തുടങ്ങിയ 50ഓളം പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നായി 100ഓളം മാനവ വിഭവശേഷി വിഭാഗം ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിയമനം ലഭിക്കുന്നവർക്ക് കമ്പനികൾ നേരിട്ട് ഓഫർ ലെറ്റർ കൈമാറും. വിവിധ തൊഴിലന്വേഷകർക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി നടത്തി പോരുന്ന ഒരു ജോബ് ഫെയർ ഇവൻ്റ് ഇന്ന് 12-ാം തീയതി കോളേജിൽ നടത്തപ്പെടുകയാണ്. അതിൽ ഇപ്പം നിലവിൽ നമുക്ക് 50 പരം കമ്പനികൾ നമുക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് 50 കമ്പനികൾ. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഇപ്പം ഈ സമയം നോക്കുകയാണെങ്കിൽ ഒരു 500 രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി ദത്ത് ഗ്രാമത്തിലെ 8 വനിതകൾക്ക് നാടൻ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ K. സുമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. NSS ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ദത്ത് ഗ്രാമത്തിലെ 8 വനിതകൾക്ക് നാടൻ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു.
പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ കെ സുമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റ് സെക്രട്ടറി ഇസ്മാൽ മുഖ്യാതിഥിയായി. പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് എസ് എം സന്തോഷ്, അരുണ കെ, റമീസ്, റംസിയ, സായ്ലാൽ കണ്ടോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴിമല ലൂർദ് മാതാ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ സമാപിച്ചു. തിരുനാൾ സമൂഹ ബലിക്ക് ബിഷപ്പ് കുറുപ്പശ്ശേരി പ്രധാന കാർമ്മികത്വം വഹിച്ചു. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെയെല്ലാം ദൈവം നന്മയായി മാറ്റുമെന്ന പ്രത്യാശയാണ് വിശ്വാസമെന്ന് കണ്ണൂർ രൂപത സഹായമെത്താൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി. പ്രതിസന്ധികളെ തരണം ചെയ്യാനായി ജപമാലയുടെ സന്ദേശം നൽകിയ ഇറ്റാലിയൻ മിഷണറി വൈദ്യനായ ഫാദർ ജെയിംസ് മൊന്തനാരി അച്ഛന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഏഴിമലയെന്നും ബിഷപ്പ് പറഞ്ഞു. കണ്ണൂർ രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഏഴിമല ലൂർദ് മാതാ ദേവാലയത്തിലെ തിരുനാൾ സമൂഹ ബലിക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ദിവ്യബലിയിൽ ഫാദർ ഷിൻഡോ വേളിപ്പറമ്പിൽ വചന സന്ദേശം നൽകി. കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായ ശേഷം ആദ്യമായി ഏഴിമലയിലെത്തിയ ബിഷപ്പിനെ വാദ്യമേളത്തോടെ സ്വീകരിച്ചതോടെയാണ് തിരുനാൾ സമാപന ചടങ്ങുകൾ ആരംഭിച്ചത്. ദിവ്യബലിക്കു ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും സ്നേഹവിരുന്നും നടത്തി. രാത്രി സ്റ്റാർ വോയ്സ് കണ്ണൂരിന്റെ ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം സെന്റ് മൈക്കിൾ ചർച്ച് ഇടവകയിലെ വിദ്യാർത്ഥികളും യുവതികളും അമ്മമാരും ചേർന്ന് അവതരിപ്പിക്കുന്ന ശിങ്കാരി മേളത്തിന്റെ അരങ്ങേറ്റം കുറിച്ചു. ജയൻ ഏഴോമാണ് പരിശീലകൻ. കുഞ്ഞിമംഗലം സെന്റ് മൈക്കിൾസ് ചർച്ച് ഇടവകയിലെ വിദ്യാർത്ഥികളും യുവതികളും അമ്മമാരും ചേർന്ന് പരിശീലിച്ച ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റം പള്ളി പരിസരത്ത് നടന്നു. സെന്റ് മൈക്കിൾസ് ചർച്ച് ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ചാണ് അരങ്ങേറ്റം നടന്നത്. ജയൻ ഏഴോമാണ് പരിശീലകൻ. 4 മാസം കൊണ്ടാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കിയത്. ശിങ്കാരിമേളം അരങ്ങേറ്റം കാണാൻ നിരവധി പേർ എത്തിച്ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അക്ഷര വെളിച്ചം പകർന്ന് 120 വർഷം പിന്നിട്ട തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിനായി 1 കോടി രൂപ ചെലവിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 15 നടക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടോദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ടൗണിലെ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടത്തിൽ 5 ക്ലാസ് മുറികളാണ് പ്രവർത്തിക്കുക. 1904 മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മാപ്പിള സ്കൂൾ എന്ന പേരിൽ തുടങ്ങിയ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം 119 പ്രൈമറി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 20-ൽ പരം പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇരുനില കെട്ടിടം ഫെബ്രുവരി 15 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ VK ബാവ, ഷംസുദ്ദീൻ IT, E ശശിധരൻ, P രാജശ്രീ, T രാജൻ, K നിഷ, MT അൻഫാസ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന്റെ പയ്യന്നൂർ തായത്തുവയൽ ജ്ഞാനകേന്ദ്രത്തിൽ ഫെബ്രുവരി 13 മുതൽ 16 വരെ ഭഗവത്ഗീത ജ്ഞാന സദസ്സ് നടക്കും. സീനിയർ ടീച്ചർ സജി യൂസഫ് നിസാൻ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് എന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കണ്ണൂർ ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള 2 ജ്ഞാനക്ഷേത്രങ്ങളിൽ ഒന്നാണ് പയ്യന്നൂർ ജ്ഞാനക്ഷേത്രം. ഈ ജ്ഞാനക്ഷേത്രത്തിൽ നിരവധി കോഴ്സുകൾ എല്ലാ മാസങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രത്യേക പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ ഭഗവത്ഗീത ജ്ഞാന സദസ്സ് ആണ് നടത്താൻ പോകുന്നത്. ഇത് കൈകാര്യം ചെയ്യുന്നത്
ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രമുഖരായിട്ടുള്ള സീനിയർ ടീച്ചർമാരിൽ ഒരാളായ ശ്രീ സജി യൂസഫ് നിസാനാണ്. അദ്ദേഹം നിരവധി രാജ്യങ്ങളിൽ ഇത്തരം ആധ്യാത്മിക ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ട് പ്രാഗൽഭ്യം ഉള്ള ആളാണ്. അദ്ദേഹമാണ് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഈ ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറഞ്ഞത് 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 16-ാം തീയതി ഫെബ്രുവരി 13 മുതൽ ഫെബ്രുവരി 16 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെയാണ്. വ്യവസായ വാണിജ്യ വകുപ്പ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, ചെറുതാഴം പഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, ചെറുതാഴം പഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് പഞ്ചായത്ത് തല സംരംഭക സഭ സംഘടിപ്പിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലഘട്ടത്തിനനുസൃതമായ നൈപുണിക വികസനം നേരത്തെ തന്നെ, അതിനാവശ്യമായിട്ടുള്ള പരിശീലനം നമ്മൾ നേരത്തെ തന്നെ നൽകുകയില്ല. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ആരംഭിക്കാം, ആ ആരംഭിക്കുന്നതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ സാങ്കേതിക സഹായം നമുക്ക് എവിടെ നിന്ന് ലഭ്യമാകും, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം എങ്ങനെ കിട്ടും, ഒരു സംരംഭം എങ്ങനെ വിജയകരമായ തലത്തിലേക്ക് എത്തിക്കാം, ഇത് സംബന്ധിച്ച് അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് സംവിധാനത്തിലൂടെ നമുക്ക് നല്ല പിന്തുണ ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ 730ഓളം വരുന്ന പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ TP ജയരാജൻ ക്ലാസ് എടുത്തു. MT സബിത, PP അംബുജാക്ഷൻ, ജിനു ജോൺ, അനുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ ലാസ്യയുടെ നാട്യാചാര ശ്രേഷ്ഠ പുരസ്കാരം കാമ്പ്രത്ത് മാധവൻ മാസ്റ്റർക്ക്. 5001 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരി 13 പുരസ്കാരം സമർപ്പിക്കും. പിലാത്തറ ലാസ്യ കലാക്ഷേത്ര ഏർപ്പെടുത്തിയ നാട്യാചാര്യ ശ്രേഷ്ഠ പുരസ്കാരം കാമ്പ്രത്ത് മാധവൻ മാസ്റ്റർക്ക് ഫെബ്രുവരി 13 ഉച്ചയ്ക്ക് 2:30 ലാസ്യയിൽ നടക്കുന്ന ചടങ്ങിൽ സ്വാമിജി കൃഷ്ണാനന്ദ ഭാരതി പുരസ്കാരം സമർപ്പിക്കും. 5001 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉത്തര മലബാറിലെ കഥകളി, ശാസ്ത്രീയ നൃത്ത, സാഹിത്യരചന എന്നിവയിലുള്ള നിസ്വാർത്ഥമായ പ്രവർത്തനത്തിനാണ് പുരസ്കാരം നൽകുന്നത്. 1950 പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ ജനിച്ച കാമ്പ്രത്ത് മാധവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കളരി സംഘത്തിൽ കളരി പഠനത്തിന് ചേർന്നു. കൂടാതെ കണ്ടപ്പത്ത് കണ്ണൻ ഗുരുക്കളുടെയും N കൃഷ്ണൻ ഗുരുക്കളുടെയും ശിക്ഷണത്തിൽ കളരിയും കോൽക്കളിയും അഭ്യസിച്ചു. 10ാം വയസ്സിൽ തന്നെ കഥകളിയിൽ വേഷങ്ങൾ കെട്ടിയാടി. കൃഷ്ണനായും, കല്യാണ സൗഗന്ധികത്തിലെ ഭീമനായും, ലാവണാസുരവധത്തിലെ ഹനുമാനായും, ശത്രുഘ്നനായും, കിരാതത്തിലെ അർജുനനായും, ശ്രീരാമനായും, ശിവനായും വേഷമണിഞ്ഞു. ശരവണഭവ, നാട്യസദനം മുതലായ നാടക ട്രൂപ്പിലും നാടക നടനായി വേഷമണിഞ്ഞു. ഇതുപോലെ തന്നെ ശാസ്ത്രീയ നൃത്ത അധ്യാപകനായും നർത്തകനായും പ്രവർത്തിച്ചു. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ കലാമണ്ഡലം ലത, K ഗോപാലകൃഷ്ണൻ, മണികണ്ഠൻ കാമ്പ്രത്ത് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നഗരസഭ ഏർപ്പെടുത്തിയ ഭീമമായ നികുതി വർധനവിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച രാവിലെ നഗരസഭയ്ക്ക് മുന്നിൽ വ്യാപാരികൾ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സൈബർ പാർക്കിനായി എരമം പുല്ലുപാറയിൽ കണ്ടെത്തിയ ഭൂമി വ്യവസായ വകുപ്പിന് കൈമാറുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി സെസ് പദവിയിൽ നിന്നും ഭൂമിയെ ഒഴിവാക്കിയതായി മന്ത്രി VN വാസവൻ. നിയമസഭയിൽ TI മധുസൂദൻ MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ദീർഘകാലം ഗണിതശാസ്ത്ര അധ്യാപികയും പിന്നീട് പ്രധാന അധ്യാപികയുമായിരുന്ന സിസ്റ്റർ ഒട്ടാവിയ കുന്നപ്പള്ളിയുടെ പൊതുദർശനം പയ്യന്നൂരിൽ നടന്നു. സംസ്കാര ശുശ്രൂഷകൾ വ്യാഴാഴ്ച നടക്കും. പയ്യന്നൂർ കൊറ്റിയിലെ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. പുലർച്ചെ 1 മണിയോടെ 2 അംഗ സംഘമാണ് കൊറ്റിയിലെ ഫാൻ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയത്. പിലാത്തറ പീരക്കാംതടത്തിൽ KSDP റോഡിൽ വാഹനാപകടം. ലോറിയിൽ ഇടിച്ച പിക്കപ്പ് വാൻ കാറിലും ഇടിച്ചതിനുശേഷം റോഡരികിലെ ചെറുതാഴം കഫയിലേക്ക് പാഞ്ഞുകയറി. കടയിൽ ആൾക്കാർ ഇല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.